Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഒരു മിനി വ്ളോഗാണ്. ആക്ച്വലി ഇന്ന് വ്ളോഗ് ചെയ്യണമെന്ന് ഒട്ടും പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ബിക്കോസ് ഇപ്പോൾ സമയം 4 മണിയാണ് ഈവനിങ്. അപ്പോൾ ഇന്ന് ആക്ച്വലി വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്കേർട്ട് ഉണ്ട്. അപ്പോൾ സ്കേർട്ടിന് പറ്റിയ ബ്ലൗസ് ഇല്ല. സോ ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാനും കൊടുക്കാനുണ്ട്. സോ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാനും ഷോപ്പിങ്ങിനൊക്കെ തൃശ്ശൂരാണ് പോകാം. പക്ഷെ തൃശ്ശൂർ പോകാൻ മടിയുള്ളത് കൊണ്ട് നമ്മൾ പട്ടാമ്പി പോകണം. പട്ടാമ്പി പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സോ സാധാരണ ഞാൻ തന്നെയാണ് പോകാറ് ഇങ്ങനെ സോളോ ഡേറ്റ്സ്, സോളോ ഷോപ്പിങ്ങിനൊക്കെ. പിന്നെ എൻ്റെ കൂടെ അനിയത്തിയുണ്ട്. അപ്പോൾ നമുക്ക് പോയി ബ്ലൗസ് പീസ് എടുക്കാം. ഔട്ട്ഫിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സോ അപ്പോൾ പോയിട്ട് വരാം. അപ്പം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇമ്മാനുവൽ സിൽക്സിലാണ്, പട്ടാമ്പിയിലുള്ളത്. ആക്ച്വലി ഞാൻ ഇത്ര കളക്ഷൻസ് ഇവിടെ പ്രതീക്ഷിച്ചില്ല. കാരണം തൃശ്ശൂരാണ് സാധാരണ പോയി എടുക്കുക, പട്ടാമ്പി വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അജ്രക്ക് പ്രിൻ്റുള്ള ബ്ലൗസാണ് തയ്പ്പിക്കുന്നത്. സംഭവം ബ്ലൗസല്ല, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ഒരു സ്കേർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു ഏതെടുക്കേണ്ടതെന്ന്. എന്നിട്ട് കുറേ വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു ഫൈനലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന നെസ്റ്റോലാണ്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല. ഇനി കറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തു. ചേച്ചി ഡോണറ്റ്സ് കണ്ടപ്പോൾ വെറൈറ്റി നോക്കുക. എന്നിട്ട് ഒരു ബോക്സ് ലാസ്റ്റ് ഡോണട്ട്സും കൂടി വാങ്ങിച്ചു, കാരണം എനിക്ക് അവൾക്ക് ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ ജാർസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മുടെ കിച്ചണിലേക്ക് ഓരോ എസ്തെറ്റിക് വൈബ് പോലെ തോന്നി. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടം. ഈ ഒരു ലൈഫിൽ അഡൽട്ടിങ് സ്റ്റേജ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ തപ്പി നടന്നത് സ്ട്രോബെറീസിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവിടെ കിട്ടിയില്ല, തീർന്നു പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ചിക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. ഇവളെ കൊണ്ട് ഞാൻ പുറത്ത് പോകാത്ത മെയിൻ റീസൺ ഇതാണ്. ചേച്ചി എനിക്ക് അത് വേണം, ചേച്ചി എനിക്കിത് വേണം. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ട്. ബിക്കോസ് ഞാനല്ലേ അവൾക്കുള്ളൂ ചേച്ചിയായിട്ട്. പിന്നെ അവൾ ഈ എക്സ്പ്രഷൻ പ്ലിങ് ആയിട്ട് കാണിച്ചത് മെയിൻ റീസൺ. സാധാരണ അവൾ എപ്പോഴും പുറത്ത് പോയാൽ ബർഗറാണ് കഴിക്കണം. ഇപ്രാവശ്യം ബർഗർ മാറ്റി ടാക്കോസ് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ വന്നപ്പോഴോ 2 ചെറിയ കഷ്ണം സാൻഡ്വിച്ച് പോലെ. അപ്പോൾ അതാണ് ഇങ്ങനെ പ്ലിങ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു കോംബോ മീലുമാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഡോറുടെ പുറകിൽ ഞങ്ങൾക്ക് വേണ്ടി 2 പേര് കാത്തിരിക്കുമായിരുന്നു, ഈ 2 സുന്ദരി കുട്ടികൾ. എന്നിട്ട് ആക്ച്വലി ഇവർ അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചകളാണ്, ഞങ്ങളുടെ വീട്ടിലും വരും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഭയങ്കര ചെറിയ വ്ളോഗാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.